ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ നല്ലൊരു അലീസേൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ എങ്ങനെയാണിത് റെഡിയാക്കണത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് കഴുകിയെടുത്തതാണ്. പിന്നെ ഞാനിതിലേക്ക് എടുത്തത് ഒരു കുഞ്ഞു സവാളയുടെ 1/4 ഭാഗം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തത്. പക്ഷേ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതായിരുന്നു ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ബോൺലെസ് ആയിട്ടുള്ളത് എടുത്തത്. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നന്നായി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പ് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുതിർത്ത് വെക്കാതെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ആണ് കേട്ടോ എടുത്തത്. ഇതിൻ്റെ നല്ല കട്ടിയുള്ള 1/4 പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്ന ഓയിലിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരി കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗോതമ്പ് ചെറുതായിട്ടൊരു ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായി വന്നാൽ മതി കേട്ടോ. കൂടുതലായിട്ട് അരിഞ്ഞു പോവരുത്, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ചിക്കന് പകരം ബീഫ് ചേർത്തിട്ട് ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ചിക്കനും ബീഫും ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെയും വെച്ച് കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കനില്ലേ, അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ 1/4 പാലില്ലേ, അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി നമ്മൾ അലീസ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതിനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അലീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.